രാജഗോപാൽ സാർ, ജലന്ധർ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ബലാത്സംഗം ചെയ്തു എന്നാരോപിച്ച് കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീ പരാതി കൊടുത്തതും ശേഷമുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെ നമുക്കറിയാം. ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നു. ശേഷം നമ്മളിൽ പലരും പിന്നീട് കേട്ടത് ഈ കന്യാസ്ത്രീ മഠത്തിലെ കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ ജീവിച്ചു പോരുന്ന അവരുടെ ഒരു സാഹചര്യത്തെ കുറിച്ചായിരുന്നു. വളരെ മോശം സാഹചര്യത്തിൽ സഭയാൽ തിരസ്കരിക്കപ്പെട്ടൊക്കെയുള്ള ഒരു രീതിയിലാണ് അവർ ജീവിച്ചു വരുന്നത്. അതിൽ നിന്ന് പരാതിക്കാരിക്കൊപ്പം നിന്നിരുന്ന അന്ന് സമരത്തിനൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന സിസ്റ്റർ അനുപമ, അവരിപ്പോ സിസ്റ്റർ അല്ല, അവർ തിരുവസ്ത്രം ഉപേക്ഷിച്ച് അവരവരുടെ നാട്ടിലേക്ക് മടങ്ങി എന്നുള്ള തരത്തിലുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിലവിൽ കുറവിലങ്ങാട് മഠത്തിൽ പരാതിക്കാരി ഉൾപ്പെടെ 3 കന്യാസ്ത്രീകളാണുള്ളത്. ഇവർ നിത്യചിലവിന് പോലും ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് സഭ ഇവർക്ക് വരുമാനമൊന്നും നൽകുന്നില്ല, മറ്റു വരുമാന മാർഗങ്ങളില്ല. അപ്പോൾ കുറവിലങ്ങാട് മഠത്തിൽ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടി ഇവർ ജീവിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇപ്പോഴും എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോഴും ഇരകൾ വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെടുന്നു, വേട്ടക്കാരൻ രക്ഷപ്പെടുന്നു. അതും ഇത്തരത്തിൽ ഇത്രയും വലിയൊരു കത്തോലിക്ക സഭയുടെ എല്ലാ മേലധ്യക്ഷന്മാരുണ്ടായിരുന്നിട്ടും അല്ലെങ്കിൽ എല്ലാ മേധാവിത്വവും നമ്മുടെ സംസ്ഥാനത്ത് അവർക്കുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരനീതി? ഇത് ഈ നമ്മൾ കൊലപാതകങ്ങളെ 2 തരത്തിൽ പറയും. ഒന്ന് നേരിട്ട് കൊല്ലുക എന്ന് പറയും. അത് ഒരു നിമിഷം കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ അതങ്ങ് അവസാനിക്കും. മറ്റൊന്നുണ്ട് ഈ കൊല്ലാക്കൊല ചെയ്യുക എന്ന് പറയും. മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുക, നമ്മുടെ ജീവൻ കളയത്തുമില്ല, എന്നാലിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കത്തുമില്ല. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ ഉദാഹരണം സിസ്റ്റർ അഭയയാണ്, കോട്ടയത്ത്. സിസ്റ്റർ അഭയ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. അതും ഈ ഒരു മഠവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആയിരുന്നു. അത് പറഞ്ഞതുപോലെ അവര് ദുരൂഹ സാഹചര്യത്തില് 2 വൈദികരെയും അവിടുത്തെ മദർ സുപ്പീരിയറിനെയും വെളുപ്പിനെ 4 മണിക്ക് മഠത്തിന്റെ അടുക്കളയിൽ കണ്ടു എന്നുള്ളതായിരുന്നു അവരുടെ പേരിൽ ഉണ്ടായിരുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത്. അവരത് കണ്ടുപോയി. അവർ രാവിലെ വെള്ളം കുടിക്കാൻ ഇറങ്ങി വന്നപ്പോ കണ്ടതാണ്. എന്തായാലും കൊള്ളാം, അവരെ പിന്നീട് നമ്മൾ കാണുന്നത്, രാവിലെ അറിയുന്നത് മഠത്തിന്റെ കിണറ്റില് അവർ മരിച്ചു കിടക്കുന്നതായിട്ടാണ്. ആ കേസ് പറഞ്ഞതുപോലെ അവസാനം ഒരുപാട് ഫൈറ്റ് ചെയ്ത ശേഷമാണ്, ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയ ശേഷമാണ് അതിനകത്ത് തെളിവുണ്ടായത്, പ്രതികളെ ശിക്ഷിച്ചത്. പക്ഷെ ഇപ്പൊ തന്നെ അപ്പീലിലൊക്കെ 1-2 പേർക്കൊക്കെ അതിനകത്തിലെ ഇളവുകളും മറ്റുള്ള കാര്യങ്ങളും കിട്ടുകയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ കൊല്ലാക്കൊല കേസാണ്. കൊല്ലാക്കൊല കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറവിലങ്ങാട്ട് ഇപ്പോൾ മഠത്തിൽ കഴിയുന്ന ആ 3 സിസ്റ്റർമാര്, 3-4 പേര് മറ്റോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ പീഡനം. ഓക്കെ, അങ്ങനെ അഭയ കേസില് ഒരുപാട് മാധ്യമങ്ങള്, പ്രത്യേകിച്ച് മാതൃഭൂമിയും അങ്ങനെ, പിന്നെ അതിന്റെ പുറകിൽ ഒരു ജോമോൻ ഉണ്ടായിരുന്നു, ജോമോൻ പുത്തമ്പുലിക്കൽ എന്നൊരാളാണ് കേസ് നടത്തിയത്, വർഷങ്ങളോളം കേസ് നടത്തിയത്. അങ്ങനെയാണ് കേസ് അവസാനം ശിക്ഷിക്കപ്പെട്ടു. പക്ഷെ അതിൽ കുറച്ചുപേരൊക്കെ ഇപ്പൊ അപ്പീലിലും മറ്റുമൊക്കെ ആയിട്ട് പ്രായത്തിന്റെ ആധിക്യമൊക്കെ വെച്ചിട്ട് അവർ കുറച്ചുപേരൊക്കെ രക്ഷപ്പെടുന്ന ഒരു സൂചനയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ് കുറവിലങ്ങാട് മഠത്തിൽ സംഭവിച്ചത്. കുറവിലങ്ങാട് മഠം എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് അത് നിൽക്കുന്നത്. ചുറ്റും റബ്ബർ കാടുകളും മരങ്ങളും ഒക്കെയുള്ള ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. അവിടെ ഈ മഠമാണുള്ളത്. മഠം അവിടെ ഉണ്ട്, അവിടെ കുറച്ച് കന്യാസ്ത്രീകളുണ്ട്, അവർക്കൊരു അടുക്കളയും കുക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആള് ബിഷപ്പ് ഫ്രാങ്കോ അദ്ദേഹം ജലന്ധറിലെ ബിഷപ്പാണ്. ജലന്ധർ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്പന്നമായ അവരുടെ രൂപതയാണ് അവരുടെ. കാരണം അവിടുന്ന് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും പല സ്കൂളുകളിലേക്കുള്ള ടെക്സ്റ്റ് ബുക്കുകള്, ഗൈഡുകള്, പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പ്രിന്റ് ചെയ്യാം. പിന്നെ അവർക്ക് എന്തോ കുറച്ച് പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ കത്തോലിക്ക സഭയ്ക്ക് നമുക്കറിയാമല്ലോ, കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് കത്തോലിക്ക സഭയ്ക്കാണ്. അപ്പൊ അവർക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ജലന്ധറിൽ നിന്നാണ് ഇതിന്റെ കൂടുതലായിട്ടും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ സാമ്പത്തിക സ്രോതസ് ഭയങ്കരമായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു ചക്രവർത്തിയെ പോലെ അവിടെ ഇങ്ങനെ വാഴുകയായിരുന്നു, ചോദ്യം ചെയ്യാനാവാത്തൊരു ചക്രവർത്തിയെ പോലെ വാഴുകയായിരുന്നു. ഈ ബിഷപ്പ് ഒരിക്കല് എറണാകുളത്ത് വന്നു, എറണാകുളം വഴി വന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ എറണാകുളത്ത് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടൊന്നും ചെയ്തില്ല. നേരെ ഈ കന്യാസ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഈ കുറവിലങ്ങാട്ടെ ഈ മഠത്തിലേക്ക് വരികയാണ് ചെയ്തത്. കുറവിലങ്ങാട്ടെ മഠത്തിൽ അന്ന് ചുമതലയുണ്ടായിരുന്ന, പിന്നീട് എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്ത കന്യാസ്ത്രീ, അവരന്ന് കുറച്ച് സുപ്പീരിയറാണ്, കുറച്ച് സീനിയറായ കന്യാസ്ത്രീയാണ്.
അവരും സിസ്റ്റർ അനുപമ, അങ്ങനെ 4, 5, 6 അങ്ങനെ കുറെ കന്യാസ്ത്രീകൾ അവിടെ താമസിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള എണ്ണം ഞാൻ ഓർക്കുന്നില്ല. ഇന്നും സാധാരണ ബിഷപ്പ് ഒന്നും ഇവിടെ വന്ന് താമസിക്കുന്നതല്ല. അപ്പൊ ഇവർക്കെല്ലാം വലിയ സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പൊ രാത്രി ആയ സമയത്ത് ഇദ്ദേഹത്തിന് ആഹാരം കൊടുക്കണം, അദ്ദേഹത്തിന്റെ മുറിയിൽ പോകണം. അപ്പൊ അതിന് ഈ പീഡിയത്തിന് അനുഭവിച്ചു എന്ന് പറയുന്ന കന്യാസ്ത്രീയാണ് പോയത്. സീനിയറാണ് എന്ന് കരുതിയിട്ടാണ് അവരൊരു 30ക്കും 40ക്കും ഇടയ്ക്കാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. പ്രായം ഉണ്ടായിരുന്ന കന്യാസ്ത്രീയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതുപോലെ എന്റെ കുപ്പായത്തിന് ഒരു കീറലുണ്ട്, കുപ്പായത്തിന്റെ താഴ്വശത്തിൽ കീറലുണ്ട്, അത് തയ്ക്കുന്നതിനുള്ള സൂചി നൂലും ഒക്കെ ഇങ്ങനെ കൊണ്ടുവരണം എന്നും ഒക്കെ പറഞ്ഞിരുന്നു എന്നാണ് പിന്നെ അവരുടെ മൊഴി വന്നത്. എന്തായാലും ഈ മുറിയിലേക്ക് ആഹാരവും സൂചി നൂലുമായിട്ടൊക്കെ പോയ ആ കന്യാസ്ത്രീ ഏതാണ്ട് 1 മണിക്കൂറോ 2 മണിക്കൂറിന് ശേഷം അവശയായിട്ടാണ് തിരിച്ചു വരുന്നത്. വളരെ അവശയായിരുന്നു. അത് സിസ്റ്റർ അനുപമയൊക്കെ പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട്. അവശയായിട്ട് വന്ന് അവര്, അപ്പം സ്ത്രീകൾ മാത്രമാണല്ലോ, കന്യാസ്ത്രീകൾ മാത്രമാണ്, അവർക്ക് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു പ്രായം അല്ലെ സ്ത്രീകൾക്കുണ്ടല്ലോ, അവർക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ബിഷപ്പാണ്, വെളികൊണ്ടാനൊക്കത്തില്ലല്ലോ, ആരോടേലും വെളി പറയാനൊക്കെ ഇത്തരം കാര്യങ്ങൾ. അത് തന്നെയല്ല, ഈ പീഡനത്തിനിരയായി എന്ന് ആരോപണം ഉന്നയിച്ച, ആരോപണമല്ല സത്യം, അത് പോലീസിന് മൊഴി കൊടുത്ത കന്യാസ്ത്രീയുടെ സഹോദരന്റെ മകന്റെ മാമോദിസ പിറ്റേ ദിവസം പാലായി നടക്കുന്നുമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടൂടാണ് ബിഷപ്പ് വന്നിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കുക, ശരിക്കും ഒരു ചൂഷണമാണ് ആ കന്യാസ്ത്രീകൾ വന്ന് ചെയ്തത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്നും അറിയാത്ത ആളിനെ പോലെ ബിഷപ്പ് ഫ്രാങ്കോ അവരുടെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഈ കുട്ടിയുടെ മാമോദിസ മറ്റു കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നു. ഈ സിസ്റ്റർ ഒന്നും മിണ്ടാതെ, ഒന്നും അനങ്ങാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ അവര് ആ വീട്ടിൽ ഒതുങ്ങി നിന്നു പോവുക ചെയ്തത്. പിന്നീടാണ് അവര് കാര്യങ്ങളൊക്കെ പറയുന്നത്. അവര് കാര്യങ്ങളെല്ലാം അനുപമയോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ഇന്നപോലെ തലേ ദിവസം രാത്രിയിലുണ്ടായ സംഭവം. അപ്പം അനുപമയാണ് ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരാള്. ഒരു വളരെ ഫയർ ബ്രാൻഡ്, നമ്മൾ പറയത്തില്ലേ, കന്യാസ്ത്രീയൊക്കെ ആണെങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള അത്തരം കാര്യങ്ങളെ ഒന്നും അവർക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അത് സഭയുടെ നിയമങ്ങളെ ഒന്നും അവരെ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വളരെ ബോൾഡായിട്ടുള്ള ഒരു കന്യാസ്ത്രീയാണ്. അവരാണ് പറഞ്ഞത് നമുക്ക് സമരം ചെയ്യാം, നമുക്ക് ഇത്തരം കാര്യങ്ങൾ പോലീസിൽ അറിയിക്കാം. അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു. അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സഭയ്ക്ക് ആളുകൾ ഇളകാൻ തുടങ്ങി. കാരണം സഭയെ അപകീർത്തിപ്പെടുത്തുകയാണ്, ഇങ്ങനെയാണ് ബഹളം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. അവസാനം ഇവർക്ക് എറണാകുളത്ത് അവർക്ക് സമരം നടത്തേണ്ടി വന്നു, ഈ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. പിന്നെ ഒരുപാട് പൊതു ആളുകളൊക്കെ ഇടപെട്ട്, ജസ്റ്റിസ് കമാൽ പാഷയുള്ള ആളുകളൊക്കെയാണ് സമരവേദി വന്നിരുന്നത്. ചിലരൊന്നും വന്നില്ല, സഭയെ പേടിച്ച് ചിലര് അങ്ങനെ പറയുന്ന പല ആളുകളൊന്നും വന്നില്ല. എന്തായാലും കേസായി, ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തു. ആ ബിഷപ്പിനെ ഡൽഹി വെച്ചാണ് അറസ്റ്റ് ചെയ്ത് തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായി, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയവര്. നമുക്ക് പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒന്നും മുഖം തരാതെ ഈ ബിഷപ്പിനെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി. അന്ന് രണ്ടാമത് അറസ്റ്റ് ചെയ്തൊരു സുഭാഷ് എന്ന് പറയുന്ന നമ്മുടെ ഹരിപ്പാടുകാരൻ DYSP ആണ്. അപ്പൊ അയാളുടെ ഈ DYSPയുടെ ചില സഹായത്വം കൊണ്ടാണ് നമുക്ക് ചില പടങ്ങൾ പോലും ചിത്രങ്ങൾ പോലും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത്. സഭ വലിയ സമ്മർദ്ദം ചെലുത്തിയത് ഇത്തരം കാര്യങ്ങൾ. അങ്ങനെ കേസായ ശേഷമാണ് കോട്ടയത്തെ ഒരു രാഷ്ട്രീയക്കാരൻ ഈ സിസ്റ്റർമാർക്കെതിരെ അപകീർത്തികരമായ, സഭയ്ക്ക് നേരെ പറയാൻ വയ്യാത്തത് കൊണ്ട് കോട്ടയത്തെ പ്രമുഖനായ ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് ഈ സിസ്റ്റർമാർക്കെതിരെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ വെച്ച് വളരെ മോശമായ ഒരു പത്രസമ്മേളനം നടത്തിച്ചു. അത് ഈ പറഞ്ഞതുപോലെയാണ്, അവരെ പറഞ്ഞാൽ നമ്മൾ ശബ്ദധാരാവലിയിൽ ഇല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് ഈ സിസ്റ്റർമാരെ അധിക്ഷേപിച്ച് കളഞ്ഞത്. ഇവരുടെ പശ്ചാത്തലമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അന്ന് പിറ്റേ ദിവസം പത്രങ്ങളിൽ, ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾക്ക് ആ വാർത്ത പോലും കൊടുക്കാൻ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ പത്രങ്ങളിൽ കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഇദ്ദേഹം ഉപയോഗിച്ച ഈ പറയുന്ന വൃത്തികെട്ട വാക്കുകളുടെ സ്ഥാനത്ത് ഡോട്ട് ഇട്ടാണ് ഞങ്ങൾ അന്നത് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ എങ്കിലും വാർത്ത വായിച്ച ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ. അതിന്റെ പേരിൽ പിന്നെ കേസായി. പിന്നെ വനിതാ കമ്മീഷൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് ഒന്നും നടന്നില്ല. അദ്ദേഹം എപ്പോഴും അവിടെ സുഖമായിട്ട് രാഷ്ട്രീയക്കാരനായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. കാരണം സഭയുടെ പിൻബലം അതാണ്, അത്ര ശക്തമാണ്. പക്ഷേ കന്യാസ്ത്രീകളുടെ അവസ്ഥ വലിയ കഷ്ടമായിരുന്നു. സിസ്റ്റർ അനുപമയെ അടക്കമുള്ളവരുടെ അവസ്ഥ വലിയ കഷ്ടമായിരുന്നു. ഞങ്ങളുടെ ലേഖി അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് കോഴിയെ വളർത്തി അതിന്റെ മുട്ട വിൽക്കുക. പിന്നെ അവിടെ കിട്ടുന്ന ചില സാധനങ്ങൾ, കോമ്പൗണ്ടിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് പച്ചക്കറി ഉപയോഗിക്കുന്നത്. ഇവർക്കൊരു ഭയം എന്ന് പറഞ്ഞാൽ, ഇവർ അന്ന് മഠത്തിലെ പൊതുവായിട്ടുള്ള ആഹാരം കഴിക്കത്തില്ല, അവർക്ക് പേടിയാണ്. കാരണം മറ്റുള്ളവർക്ക് വെച്ച് വിളമ്പുന്നതാണെങ്കിൽ പോലും ഇവരെ അപായപ്പെടുത്തുമല്ലോ എന്ന് അവർക്ക് ഭയമുണ്ടായിരുന്നു. വല്ല വിഷം ചേർക്കുമല്ലോ ചെയ്തെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇവര് തന്നെത്താനെയാണ് ആഹാരം പാകം ചെയ്തൊക്കെ അവർ കഴിച്ച് കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ആളുകളൊക്കെ സഹായിച്ചു. പക്ഷേ സഭയിലെ പുറത്തു നിന്നുള്ള ഒത്തിരി നല്ല മനുഷ്യര് അവരെ സഹായിക്കാനായിട്ട് വന്നു, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നു. അങ്ങനെ വലിയ പിന്തുണ കൊടുത്തിട്ട് അങ്ങനെ അവരവിടെ കഴിഞ്ഞുകൂടുകയായിരുന്നു. അപ്പൊ അതിനിടയിൽ എത്ര കാലം സ്ത്രീകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അങ്ങനെയാണ് സിസ്റ്റർ അനുപമ അവസാനം തിരുവസ്ത്രം ഉപേക്ഷിച്ച് പോയി.
ഇനിയും 2-3 പേരൂടെ 3-4 പേരൂടെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരും പോകട്ടെ. അവർ പോകുന്നത് വരെ ഈ മഠം ഇപ്പൊ ഇവര് പോയത് അതുകൊണ്ട് പിന്നെ മഠമല്ലെന്നാണ് ഇപ്പൊ ഇവരുടെ വാദം. സഭയുടെ വാദം ഇത് മഠമൊന്നുമല്ല, ഇതൊരു വെറും ഒരു വീടാണ്, അതുകൊണ്ട് നിങ്ങളും പോകണമെന്നുള്ളതാണ്. പക്ഷെ അവരത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ കഴിയണം. അപ്പൊ ഇപ്പൊ സഭയുടെ പുതിയ സർക്കുലർ ഇത് വന്നിരിക്കുന്നത്, തീരുമാനം വന്നിരിക്കുന്നത്, നിങ്ങളവിടെ കഴിഞ്ഞു, സഭയുടെ ചട്ടക്കൂടിനകത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം 20,000 രൂപ ചെലവിന് തരാം, അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത്തരത്തിലുള്ള ഭീഷണികൾക്കും സമ്മർദ്ദത്തിനൊന്നും അവരത് വഴങ്ങിയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ്, വളരെ 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 ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പൊ കന്യാസ്ത്രീകളോടെ കഴിയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ കേസ് തെളിയണമെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ അപ്പീല് നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരെ സർക്കാർ സംരക്ഷിക്കുന്നത്, ഈ സാക്ഷികളായ കന്യാസ്ത്രീകളെ സംരക്ഷിക്കുന്നത്. അപ്പീല് നിലവിലുണ്ട്. ഈ പറഞ്ഞ ജോമോൻ, മറ്റൊരു ജോമോൻ ഉണ്ടാകണം. ഒരു ഈ സഭയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഒരു മറ്റൊരു ജോമോൻ പുത്തൻപുരയ്ക്കൽ വന്നെങ്കിൽ മാത്രമേ ഈ കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടൂ എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത്. രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ അവിടെ കുറവിലങ്ങാട് മഠത്തിൽ അവശേഷിക്കുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും അവർ ബുദ്ധിമുട്ടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പക്ഷേ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സുരക്ഷ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. പോലീസ് അവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. സഭ നൽകേണ്ടുന്ന പരിഗണനകളൊന്നും കന്യാസ്ത്രീകൾ എന്ന നിലയിൽ അവർക്ക് നൽകിയിട്ടില്ല. പകരം വേട്ടക്കാരനൊപ്പം അല്ലെങ്കിൽ കുറ്റക്കാരനൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടാണ് സഭയും സ്വീകരിച്ചത്. അതിന്റെയൊക്കെ തെളിവാണ് അനുപമ സിസ്റ്റർ എന്നുള്ള ഒരു പദവി അല്ലെങ്കിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ച് അവർ മടങ്ങി എന്നുള്ള വാർത്ത വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.